നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീ എന്താടി സ്വപ്നം കാണുകയാണോ? അല്ലച്ച, ഇത്രയും ബുദ്ധിരാക്ഷസനായ അച്ഛന് ജിതേട്ടനെ പോലൊരു മകൻ എങ്ങനെ പിറന്നെന്നാ ഞാൻ ആലോചിക്കുന്നത്. അത് ഇവളോട് ചോദിച്ചാ മതി. അല്ല കാസിം, അത് മറന്നേക്ക്. അയാളെ ഞാൻ ഒഴിവാക്കാതിരിക്കായിരുന്നു. നീ വാ. അല്ല അത് വർഷ ഇരിക്കുക. വാ. ആഹാരം ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു, പിന്നെ എന്താ കഴിക്ക? എല്ലാം ഞാൻ ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുണ്ട്. സദ്യയല്ല, പകരം എന്റെ പ്രിയതമയ്ക്ക് ഇഷ്ടമുള്ള ബിരിയാണി. എല്ലാവരും സദ്യ കഴിക്കുമ്പോ നമ്മൾ ബിരിയാണി കഴിക്കുന്നു. അതിനെന്താ? ആരാ ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തത്? ഇന്ന് ഞാൻ നിന്നെ ഊട്ടും. അത് വേണോ? പിന്നെ വേണം. കഴിക്കുക. ഞാനിതെന്താ കൊച്ചുകുട്ടിയോ മറ്റാണോ? നീ എന്നും എനിക്ക് കൊച്ചുകുട്ടിയല്ലേ? കഴിക്ക. ഇനി ഞാൻ വാരിത്തരാം. സുചിത്രേ, എല്ലാരും വന്നോ? ഇല്ലച്ച. ദിയമോൾ എവിടെ? മോൾ ഇവിടെ ഇല്ലേ? അവള് ചന്ദ്രയുടെ കൂടെ കിച്ചണിൽ കാണുമായിരിക്കും. അയ്യോ ഇല്ലച്ച, ഞാൻ അമ്മയുടെ അടുത്തും വിനുവിന്റെ അടുത്തൊക്കെ നോക്കിയതാ, അവിടെ ഒന്നും കാണുന്നില്ല. അവള് പിന്നെ എവിടെ പോയി? ഞാൻ കരുതി അച്ഛന്റെ കൂടെ കടയിൽ വല്ലതും വന്നതായിരിക്കും. ഇല്ല ഇല്ല മോളെ. പിന്നെ മോളിത് എവിടെ പോയി? ഞാൻ വീട്ടിനകത്ത് നോക്കാം. മോൾ ഇവിടേക്ക് നോക്കിയേ. ദിയമോളെ, 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 ദിയമോളെ. ദിയമോളെ, ദിയമോളെ. മോളെ, മോളെന്താ ഇവിടെ നിൽക്കുന്നേ? എല്ലാരും ആഹാരം കഴിക്കാൻ പോവാ. മോള് വാ. എനിക്ക് വന്ദനാമ്മയെ കാണണം. അവിടെ എല്ലാരും മോളെ തിരക്കി നടക്കുക. വന്ദനാമ്മ വരും. മോള് വാ. മോള് ചോറൊക്കെ കഴിച്ച് പായസമൊക്കെ കുടിച്ചിരിക്കുമ്പോ മോളുടെ വന്ദനാമ്മയോട് മോളെ കാണാൻ വരാൻ പറയാം. പറയുമോ? ഈ വല്യമ്മല്ലേ പറയുന്നേ? വരും. ആന്റി കള്ളം പറയാ. സത്യം സത്യം. വാ.
മരുമകളൊക്കെ ഇപ്പൊ രുചിയായിട്ട് ആഹാരം ഉണ്ടാക്കാൻ പഠിച്ചു എന്ന് തോന്നുന്നു. കുറച്ചുകൂടെ വിളമ്പ്. അച്ഛന്റെ പാകമൊക്കെ ഇവളിപ്പോ പഠിച്ചു. ആഹാ. മാത്രമല്ല കറികൾക്ക് നല്ല രുചി കിട്ടണമെങ്കിലേ പാചകം ചെയ്യുന്ന ആളിന്റെ മനസ്സിനും സന്തോഷം ഉണ്ടാവണമെന്നാ വിദ്യ പറയുന്നത്. അതെന്താടാ നിന്റെ ഭാര്യക്ക് ഇത്ര സന്തോഷം കൂടാൻ? അവൾക്ക് എന്താ വല്ല നിധി കിട്ടിയോ? അത് ലോട്ടറി അടിച്ചോ? ഒരർത്ഥത്തിൽ ബമ്പറല്ലേ അടിച്ചത്. അച്ഛനും അരുമപുത്രനും കണ്ടാ മിണ്ടാത്ത പരുവായില്ലേ. ഇങ്ങനെ കുറച്ചുകൂടി മുമ്പോട്ട് പോയാ ഈ വിദ്യ രണ്ടുപേരുടെ കയ്യിലും ഓരോ ആയുധം കൂടി പിടിപ്പിക്കും. രണ്ടിലൊന്ന് തീരെ. ആര് ചത്താലും ഗുണം ഈ വിദ്യക്ക് തന്നെ. ചത്തവൻ കട്ടിലൊഴിയുകയും ചെയ്യും, കൊന്നവൻ ജയിലിലും ആവും. പിന്നെ ഇതിന്റെയൊക്കെ അവകാശി വിദ്യ തന്നെ. കട്ടും മോട്ടിച്ചൊക്കെ ഉണ്ടാക്കിയ അളവില്ലാത്ത സ്വത്തിന്റെ അവകാശി. നീ എന്താടി സ്വപ്നം കാണുകയാണോ? അല്ലച്ച, ഇത്രയും ബുദ്ധിരാക്ഷസനായ അച്ഛന് ജിതേട്ടനെ പോലൊരു മകൻ എങ്ങനെ പിറന്നെന്നാ ഞാൻ ആലോചിക്കുന്നത്. അത് ഇവളോട് ചോദിച്ചാ മതി. അതെ, നീ ഇത് കേട്ടായിരുന്നോ? നിന്റെ മരുമോളെ രാഷ്ട്രീയത്തിലിറക്കാൻ കൊള്ളാം. അല്ല, നീ എന്താ ഒന്നും കഴിക്കാത്തത്? നിനക്കെന്താ വല്ലായികയുണ്ടോ? ഓ, മോനെ പറഞ്ഞത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അമ്മേ, ഞാൻ ജിതേട്ടനെ കുറിച്ച് പറഞ്ഞത് വെറും തമാശക്കാ. ഭാര്യയുടെ മനസ്സിലല്ലോ അമ്മയ്ക്ക്. അമ്മയ്ക്ക് മക്കൾ എല്ലാരും തുല്യരാ. അവിടെ വലിപ്പച്ചെറുപ്പമൊന്നുമില്ല. മക്കളിൽ ഒരാൾ പട്ടിണി കിടക്കുമ്പോ ഒരമ്മയ്ക്കും ആഹാരം ഇറങ്ങില്ല. അപ്പൊ അതാണ് കാര്യം. ഞാൻ ഊഹിച്ചു. പ്രത്യേകിച്ചും ഇളയ മകൻ വിഷം ധരിക്കുമ്പോ അമ്മയ്ക്ക് ആഹാരം ഇറങ്ങില്ല. ജഗനെയും വന്ദനയും കൂടെ ആഹാരം കഴിക്കാൻ വിളിച്ചോട്ടെ. മിണ്ടിപ്പോരുത്. മിണ്ടിയ നിന്റെ കരണം പൊളിക്കും ഞാൻ. ഒരമ്മയും മകനും. അവൻ ആ നഷ്ടവളുടെ കഴുത്ത് താലി കെട്ടിയപ്പോ ഓർത്തില്ലല്ലോ ഇങ്ങനൊരമ്മയെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.